ഹലോ ഓൾ, വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലെക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ്, ഒരു കണ്ടെയ്നർ ഡിവിന് നമ്മൾ ഒരു കണ്ടെയ്നർ ക്ലാസ്സിൽ നമ്മൾ ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫ്ലെക്സ് വർക്ക് ചെയ്യുന്നതെന്ന്. അതായത് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ബൈ ഡീഫോൾട്ടായിട്ട് നമുക്കറിയാം HTML എല്ലാ എലമെൻസിനും ബൈ ഡീഫോൾട്ടായിട്ട് കുറച്ച് സ്റ്റൈലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പ്രോപ്പർട്ടീസിനെ എല്ലാം കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തിട്ട് ഫ്ലെക്സിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യും. ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ് കോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു കണ്ടെയ്നർ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഡിവായിട്ട് കുറച്ച് ഡിവ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ് കുറേ ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്യുകയാണ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് ഞാൻ .കണ്ടെയ്നർ വിളിക്കുന്നു. കണ്ടെയ്നർ എന്ന് പറയുന്നത് എൻ്റെ മെയിൻ ഡിവ് ആണ്. അപ്പോൾ ഈ കണ്ടെയ്നറിന് ഞാൻ ഫ്ലെക്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാണണ്ടായോ, ജസ്റ്റ് ഡിവ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇവിടെ ഈ ഒരു ലൈവ് സെർവറിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും ഹൈറ്റും വിഡ്ത്തും കൊടുത്ത് കുറച്ച് ബോക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ .1 എന്ന് പറഞ്ഞ് ഉള്ള ക്ലാസ്സിനെ വിളിച്ചു. അതായത് ഓരോ ഡിവിനും ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ആദ്യത്തെ ഞാൻ റെഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ റെഡ് എന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രം കൊടുത്താൽ പറ്റില്ല. അവിടെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഹൈറ്റ് ഒരു 100 പിക്സൽ ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ വിഡ്ത്തും സെറ്റ് ചെയ്യാം. വിഡ്ത്ത് ഒരു 100 പിക്സൽ ഞാൻ കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണേണ്ടതാണ് ഔട്ട്പുട്ട്. പക്ഷേ ഓക്കെ, ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്തപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ 100 പിക്സൽ കൊടുത്തു. 100 പിക്സലുള്ള ഒരു ജസ്റ്റ് ഒരു റെഡ് ബോക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ നെക്സ്റ്റ് ക്ലാസ് 2 എന്ന് പറയുന്ന ക്ലാസ്സാണ്. ഈ 2 എന്ന് പറയുന്ന ക്ലാസ്സിനെ ഞാൻ വിളിക്കുകയാണ്. Ctrl+C കൊടുത്തു, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. അവിടെ 2 എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കുന്നു. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്. അതായത് ഇന്ന ഐറ്റം ആണ് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ കളർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതിന് ഗ്രീൻ കൊടുക്കുന്നു. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നു. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ 3 എന്ന് പറയുന്ന ക്ലാസ്സാണ്. THREE. ഓക്കെ, 3ക്ക് ഞാൻ ഗ്രീൻ കളർ മാറ്റിയിട്ട് ബ്ലൂ കൊടുക്കുന്നു. 3 കളർ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കൊടുക്കുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ 3 ഡിവ് ഇപ്പോൾ എന്താണ്, ബ്ലോക്ക് ലെവലായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഐറ്റത്തിൻ്റെ താഴെയായിട്ട് ബാക്കിയുള്ള ഐറ്റംസ് വരുന്നത്. അത് കാരണം ഡിവിൻ്റെ ഡീഫോൾട്ട് പ്രോപ്പർട്ടിയാണ് അത്. ബ്ലോക്ക് ലെവൽ, അതായത് ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇപ്പം അപ്ലൈ ആയിരിക്കുന്നത്. എന്നാൽ വൺസ് ഞാൻ ഇതിൻ്റെ ഡിസ്പ്ലേ, അതായത് എൻ്റെ കണ്ടെയ്നർ ക്ലാസ്സിന്, അതായത് ഈ ഒരു 3 ഡിവും കണ്ടെയ്ൻ ചെയ്യുന്ന എൻ്റെ കണ്ടെയ്നർ ക്ലാസ്സിന് ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോണം, ഫ്ലെക്സ് കൊടുക്കുമ്പോൾ എന്താ, ഫ്ലെക്സിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടി അവിടെ ആഡ് ചെയ്തു. അതായത് എല്ലാം ഒരു ഇൻലൈൻ ബ്ലോക്ക് എന്നുള്ള രീതിയിൽ, അതേപോലത്തെ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ഐറ്റംസിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ്. ഞാൻ ഇതിനെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറൂടെ സെറ്റ് ചെയ്യാണ്. ഒരു ബോർഡറൂടെ സെറ്റ് ചെയ്യാണ്. ബോർഡർ എന്താണ് ബോർഡർ കൊടുക്കേണ്ടത്, ഒരു 5 പിക്സൽ കൊടുക്കാം. സോളിഡ് കൊടുക്കാം. ബ്ലാക്ക് വേണ്ട. ഓക്കെ, ബ്ലാക്ക് കുഴപ്പമില്ല. ബ്ലാക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ബോർഡർ അതിന് ചുറ്റും കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇപ്പോൾ ഇത് ഡിസ്പ്ലേ എന്താണ്, ഫ്ലെക്സ് ആണ്. ഡിസ്പ്ലേ ഫ്ലെക്സിൽ ഐറ്റംസിനെ അലൈൻ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഓരോ ഐറ്റംസ്, ഇപ്പോൾ ഞാൻ ഇവിടെ 3 ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഇനി ഒരു പുതിയ ഐറ്റം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇതിൻ്റെ നെക്സ്റ്റ് പ്ലേസിലായിട്ട്, അതായത് ഈ ഒരു പ്ലേസിലേക്കായിരിക്കും അത് പോയി സെറ്റ് ആവുന്നത്. അതായത് റോ വൈസായിട്ടായിരിക്കും ഐറ്റംസ് സെറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐറ്റം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ക്ലാസ് തന്നെ കോപ്പി ചെയ്തു. ഈ ഒരു 2 എന്ന് പറയുന്ന ക്ലാസ്സിനെ കോപ്പി ചെയ്തു. അതായത് പുതിയൊരു ഐറ്റത്തിന് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇവിടെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്ത സമയത്ത് ആ ഐറ്റം എവിടെയാണ് വന്നിരിക്കുന്നത്, റോ വൈസായിട്ട്, അതായത് നെക്സ്റ്റ് റോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഫ്ലെക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേ, അതായത് ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ബൈ ഡീഫോൾട്ടായിട്ട് ഫ്ലെക്സിൻ്റെ ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്തായിരിക്കും, റോ ആയിരിക്കും. അതായത് ഐറ്റംസ് റോ ആയിട്ടായിരിക്കും അലൈൻ ചെയ്ത് വരുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു ഡീഫോൾട്ട് പ്രോപ്പർട്ടീനെ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് കോളമായിട്ട് ഐറ്റംസിനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് എൻ്റെ കണ്ടെയ്നർ ക്ലാസ്സിലേക്ക് വരുന്നു. കണ്ടെയ്നർ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെക്സ് ഡിറക്ഷൻ സെറ്റ് ചെയ്യുന്നു. ഫ്ലെക്സ് ഡിറക്ഷൻ കൊടുക്കുന്നു. അവിടെ ബൈ ഡീഫോൾട്ടായിട്ട് റോ ആണ്. നമ്മളിപ്പോൾ റോ കൊടുത്തില്ലെങ്കിലും അത് റോ ആയിട്ട് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തില്ല. അതായത് ഫ്ലെക്സ് ഡിറക്ഷൻ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റംസ് എല്ലാം റോ വൈസായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ മെയിൻ ആക്സിസ് അതുപോലെ തന്നെ ക്രോസ് ആക്സിസ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് എന്താണ് ഞാൻ ജസ്റ്റ് ഡിഫോൾട്ട് പ്രോപ്പർട്ടി ഇവിടെ കൊടുത്ത് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. റോ ആണ് ഫ്ലെക്സ് ഡിറക്ഷൻ റോ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ബൈ ഡിഫോൾട്ടായിട്ട് ഫ്ലെക്സിനെല്ലാം ഉള്ളത്. നമുക്കിതിനെ മാറ്റി കോളമായിട്ട്, അതായത് ഐറ്റംസിനെ കോളമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് COLUMN കോളം എന്ന് കൊടുത്താൽ മതി. അതായത് ഫ്ലെക്സ് ഡിറക്ഷൻ കോളം എന്ന് കൊടുത്തപ്പോൾ എന്താണ്, ഒരു ഐറ്റത്തിൻ്റെ താഴെ കോളമായിട്ട് നമുക്ക് ഐറ്റത്തിനെ അലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സ് ഡിറക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ ഞാനിവിടെ ഒരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. സ്കെച്ച് എടുത്തതിന് ശേഷം ഇപ്പം ഫ്ലെക്സ് ഡിറക്ഷൻ കോളത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണെങ്കിൽ ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണ് എങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട കേട്ടോ, പൊട്ടയാണ്. ഓക്കെ, ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മെയിൻ ആക്സിസ് ഉണ്ടാവും. അതായത് ഫ്ലെക്സിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു മെയിൻ ആക്സിസ് ഉണ്ടായിരിക്കും. മെയിൻ ആക്സിസ്. അതുപോലെ തന്നെ ഒരു ക്രോസ് ആക്സിസ് ഉണ്ടായിരിക്കും. ക്രോസ് ആക്സിസ് നിങ്ങൾ ഐറ്റത്തിനെ മീൻസ് ഫ്ലെക്സിനകത്ത് ഐറ്റംസിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ അതിനെ അസ്യൂം ചെയ്ത് കണ്ടാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ കറണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണ്. അപ്പോൾ ഫ്ലെക്സ് ഡിറക്ഷൻ റോ കൊടുക്കുന്ന സമയത്ത് അവിടെ എല്ലാ ഫ്ലെക്സ് ഐറ്റത്തിനും ഒരു മെയിൻ ആക്സിസും ഒരു ക്രോസ് ആക്സിസും ഉണ്ടായിരിക്കും. അപ്പോൾ ഐറ്റംസിനെ അലൈൻ ചെയ്യുന്നത് എന്തിലായിരിക്കും, എപ്പോഴും മെയിൻ ആക്സിസിലായിരിക്കും. അതായത് ഈ ഒരു ക്രോസ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണെങ്കിൽ എപ്പോഴും എന്താണ് ഐറ്റംസിനെ അലൈൻ ചെയ്യുന്നത്, മീൻസ് പുതിയ ഐറ്റത്തിനെ ആഡ് ചെയ്താൽ അത് മെയിൻ ആക്സിസിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഫ്ലെക്സ് ഡിറക്ഷൻ റോ എന്ന് പറയുന്നത്. എന്നാൽ ഫ്ലെക്സ് ഡിറക്ഷൻ കോളം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സ് ഡിറക്ഷൻ കോളമാണെങ്കിൽ ഇവിടെ മെയിൻ ആക്സിസ് എങ്ങോട്ടായിരിക്കും പോകുന്നത്, മെയിൻ ആക്സിസ് കോളത്തിലേക്കായിരിക്കും പോകുന്നത്. മെയിൻ ആക്സിസ്. അവിടെ ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത് റോ ആയിരിക്കും. ക്രോസ് നേരെ ഓപ്പോസിറ്റ് ക്രോസ് ആക്സിസ്. ഓക്കെ, അപ്പോൾ അതായത് ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണെങ്കിൽ പുതിയൊരു ഐറ്റത്തിന് ആഡ് ചെയ്യുവാണെങ്കിൽ എവിടെയായിരിക്കും, റോയിലേക്ക് മീൻസ് കോളത്തിലേക്കായിരിക്കും അത് ആഡ് ആവുന്നത്. നെക്സ്റ്റ് കോളമായിട്ടായിരിക്കും അത് ആഡ് ആവുന്നത്, ഒരിക്കലും റോ ആയിട്ടായിരിക്കത്തില്ല. എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, നമ്മളൊരു പുതിയ ഐറ്റത്തിന് ആഡ് ചെയ്യുമ്പം അത് എപ്പോഴും മെയിൻ ആക്സിസിലായിരിക്കും. അതായത് മെയിൻ ആക്സിസ് ക്രോസ് ആക്സിസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും മെയിൻ ആക്സിസിലേക്കായിരിക്കും നമ്മൾ ഐറ്റത്തിന് ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണെങ്കിൽ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും. എന്നാൽ ഫ്ലെക്സ് ഡിറക്ഷൻ കോളം ആണെങ്കിൽ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് നേരെ താഴോട്ടായിരിക്കും, ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യം ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയും ഫ്യൂച്ചറിൽ ഇനി പുതിയ പ്രോപ്പർട്ടീസ് നമ്മൾ ഫ്ലെക്സിൽ പഠിക്കുമ്പം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഡിറക്ഷൻ റോ എന്ന് പറയുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ റോ കോളം നമ്മൾ പഠിച്ചു, അതായത് ഐറ്റത്തിനെ റോയിലും കോളത്തിലും നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത് കണ്ടെയ്നർ ഡിവിനാണ് കൊടുക്കേണ്ടത്, അത് മറന്നു പോകരുത്. ഫ്ലെക്സ് ഡിറക്ഷൻ ഞാൻ ഇനിയും റോ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണിച്ചു തരാം. റോ കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റംസ് റോ ആയിട്ട് അലൈൻ ചെയ്യും, കോളം കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റംസ് കോളമായിട്ട് അലൈൻ ചെയ്യും. നിങ്ങൾ ഇപ്പം ഈ ഒരു മെയിൻ ആക്സിസ് അല്ലെങ്കിൽ ക്രോസ് ആക്സിസ് എന്ന് പറയുന്ന സംഭവം മനസ്സിലായില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഫ്ലെക്സ് ഡിറക്ഷൻ കോളം കൊടുത്ത ഐറ്റംസ് കോളമായിട്ട് വരും, ഫ്ലെക്സ് ഡിറക്ഷൻ റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റോ ആയിട്ട് വരും. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഞാനത് തിയറിയിലുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ ഒരു മെയിൻ ആക്സിസ് ക്രോസ് ആക്സിസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ തിയറിയിൽ മീൻസ് തിയററ്റിക്കലി അത് യൂസ്ഫുൾ ആകുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. മീൻസ് എന്താ, ഫ്ലെക്സ് ഡിറക്ഷൻ കോളം കൊടുത്തു കഴിഞ്ഞാൽ കോളമായിട്ട് അലൈൻ ചെയ്ത് കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഫ്ലെക്സ് ബേസ് അതായത് ഓരോ ഐറ്റത്തിൻ്റെയും വിഡ്ത്തിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. മീൻസ് ഓരോ ഐറ്റത്തിനെ എത്രത്തോളം വരണം എന്ന് നമുക്ക് ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാനിത് ഫ്ലെക്സ് ഡിറക്ഷൻ റോ തന്നെ ആക്കുകയാണ്, ഡീഫോൾട്ട് പ്രോപ്പർട്ടി. ഇനി നമുക്ക് ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ബേസിസ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഫ്ലെക്സ് ബേസിസ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഫ്ലെക്സ് ഡിറക്ഷൻ പഠിച്ചു. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ചൈൽഡ് കോമ്പോണൻസിനാണ് കൊടുക്കുന്നത്, ഒരിക്കലും നമ്മുടെ പേരൻറ്റ്. ഇപ്പോൾ ഇവിടെ പേരൻ്റ് എന്ന് പറയുന്ന കണ്ടെയ്നറാണ് അല്ലേ, ഈ 3 ഡിവും കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്ന കണ്ടെയ്നറാണ്.
എന്നാൽ ഈ ഒരു ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എവിടെയാണ് കൊടുക്കേണ്ടത്? ചൈൽഡിനായിരിക്കും കൊടുക്കേണ്ടത്. അതെന്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ എലമെൻസിൻ്റെയും സൈസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നത്. ഞാനത് എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഈ ഒരു 1 എന്ന് പറയുന്ന ഈ ഒരു ഡിവിനെ, അതായത് ഈ ഒരു സബ് ഡിവിനെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാൻ ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ഞാനൊരു 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഫ്ലെക്സ് ബേസിസ്, ഞാൻ ഫ്ലെക്സ് ബേസിസ് 20 പിക്സൽ കൊടുത്തതിൻ്റെ എന്താണ് വിഡ്ത്ത് 20 പിക്സലായിട്ട് കുറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് ഫ്ലെക്സ് ബേസിസ് കൊടുത്തപ്പം നമുക്ക് ഫ്ലെക്സ് ബേസിസ് യൂസ് ചെയ്യുന്നത് സൈസിനെ നമുക്ക് ഹൈറ്റിനെയും വിഡ്ത്തിനെയും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെക്സ് ബേസിസ് കൊടുത്ത സമയത്ത് എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ആ ഒരു 1 എന്ന് പറയുന്ന ക്ലാസിൻ്റെ വിഡ്ത്ത് 20 പിക്സലായിട്ട് സെറ്റായി. ബാക്കിയുള്ളതെല്ലാം എന്താ പഴയ പോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റും വിഡ്ത്തിനും അനുസരിച്ച് വന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ ഫ്ലെക്സ് ബേസിസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെക്സ് ബേസിസ് ഒരു 100 പിക്സൽ കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അതനുസരിച്ച് വലുതായി. 200 പിക്സൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും വലുതാവും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ എൻ്റെ കണ്ടെയ്നർ ക്ലാസ്സിന് ഫ്ലെക്സ് ഡിറക്ഷൻ, അതായത് കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണ് കൊടുത്തിരിക്കുന്നത്. റോ കൊടുത്തിട്ട് ഞാൻ എന്താണ് ഫ്ലെക്സ് ബേസിസ് കൊടുത്തു, അതായത് 200 പിക്സൽ ഫ്ലെക്സ് ബേസിസ് കൊടുത്തു. അങ്ങനെ 200 പിക്സൽ ഫ്ലെക്സ് ബേസിസ് കൊടുത്തപ്പം എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? അവിടെ വിഡ്ത്താണ് കൂടുന്നത് അല്ലേ? അതായത് വിഡ്ത്ത്, ആ എലമെൻറ്റിൻ്റെ വിഡ്ത്ത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു എന്താണ് രണ്ടാമത്തെ ക്ലാസ്സിന് ഈ 2 എന്ന് പറഞ്ഞ് .2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ ഒരു ക്ലാസ്സിന് എനിക്ക് ഫ്ലെക്സ് ബേസിസ് കൊടുക്കണമെങ്കിൽ, എനിക്കതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഫ്ലെക്സ് ബേസിസ് എനിക്ക് കൊടുക്കാൻ പറ്റും. ഫ്ലെക്സ് ബേസിസ് ഞാനൊരു 500 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഗ്രീൻ കളറിലുള്ള ആ ഒരു ഐറ്റത്തിൻ്റെ ഫ്ലെക്സ് ബേസിസ്, അതായത് വിഡ്ത്ത് 500 പിക്സലായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഫ്ലെക്സ് ബേസിസ് എല്ലാം എടുത്ത് കളയുകയാണ്, പഴയ പോലെ തന്നെ ആക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഫ്ലെക്സ് ഡിറക്ഷൻ റോ മാറ്റിയതിന് ശേഷം കോളം കൊടുക്കുകയാണ്. COLUMN കോളം. അപ്പോൾ ഫ്ലെക്സ് ഡിറക്ഷൻ കോളം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം ഐറ്റംസ് കോളത്തിലേക്ക് അലൈൻ ചെയ്തു വരും. ഇനി ഞാൻ ഫ്ലെക്സ് ബേസിസ് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇവിടെ വരുന്ന മാറ്റം. ഫ്ലെക്സ് ബേസിസ് ഒരു 300 പിക്സൽ കൊടുക്കാം, ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. ഞാൻ 300 പിക്സൽ കൊടുത്തു. അവിടെ ഞാൻ ഫ്ലെക്സ് ബേസിസ് കൊടുത്ത സമയത്ത് എന്താണ്? ഹൈറ്റാണ് അവിടെ ഇൻക്രീസ് ചെയ്തത് അല്ല, ഒരിക്കലും വിഡ്ത്തല്ല, ഹൈറ്റാണ് ഇൻക്രീസ് ആയത്. ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഇവിടെ 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണെങ്കിൽ അത് വിഡ്ത്തിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ഫ്ലെക്സ് ഡിറക്ഷൻ കോളം ആണെങ്കിൽ അത് ഹൈറ്റിനെ ആയിരിക്കും. ആ ഐറ്റത്തിൻ്റെ പർട്ടിക്കുലർ ഐറ്റം, ഏത് ഐറ്റത്തിനാണോ നമ്മൾ ഫ്ലെക്സ് ബേസിസ് കൊടുക്കുന്നത്, ആ ഫ്ലെക്സ് ബേസിസ് കൊടുക്കുന്ന ഐറ്റത്തിൻ്റെ ഹൈറ്റിനെ ആയിരിക്കും, അത് ഹൈറ്റായിട്ടായിരിക്കും അതവിടെ ആഡ് ആവുന്നത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്ലെക്സ് ബോക്സ് മീൻസ് ഫ്ലെക്സ് ഡിറക്ഷൻ കോളം, ഫ്ലെക്സ് ഡിറക്ഷൻ റോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഫ്ലെക്സ് ബേസിസ് കൊടുക്കുന്ന സമയത്ത് അവിടെ കോളം ആണെങ്കിൽ അവിടെ ഹൈറ്റിനെയും, റോ ആണെങ്കിൽ അവിടെ വിഡ്ത്തിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ടാസ്ക് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ടാസ്ക് നിങ്ങൾ ചെയ്ത് ഇത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ഫ്ലെക്സ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം. താങ്ക്